അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ധനുഷിൻ്റെ 4ാമത്തെ ഡയറക്ടോറിയലായിട്ടുള്ള ഇഡ്ലിക്കട അതിൻ്റെ ഒരു ഡിസ്കഷനാണ്. നമ്മളിന്ന് പടം FDFS കണ്ടു. തിയേറ്ററിൽ ആക്ച്വലി സർപ്രൈസിംഗ്ലി കുറച്ചധികം തമിഴന്മാരുണ്ടായിരുന്നു അല്ലേ? അതായത് എവിടുന്നോ ടൂർ വന്നവരാന്ന് തോന്നുന്നു. നമ്മൾ വിചാരിച്ചു മറ്റേ നമ്മൾ ആക്ച്വലി നോക്കിയപ്പം ബുക്കിങ്ങിൽ ഇങ്ങനെ ബാക്ക് സീറ്റിൽ ഒരു റോ ഫുള്ള് ബുക്ക്ഡാണ്. നമ്മളെന്താ ഇത്ര ആൾക്കാർ ഇത് ബുക്ക് ചെയ്തത്? യൂഷ്വലി നമ്മളങ്ങനെ കാണുന്നത് ഈ എന്താ പറയുക, ഈ പടത്തിൻ്റെ ടീമിൽ നിന്നൊക്കെ ആൾക്കാർ ബുക്ക് ചെയ്തതാണ് കൂടുതൽ അങ്ങനെ കാണുന്നത്. പടത്തിന് അത്ര ഹൈപ്പും ഒന്നും ഇല്ലല്ലോ, ആരുമില്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അത് വന്നത് മൊത്തം തമിഴന്മാർ. അവർ ഇവിടെ നിന്ന് ടൂർ വന്നവരാന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഈ പടം കാണാൻ കയറിയായിരിക്കണം, പുറത്ത് ലഗേജൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ തീർന്നത് കയറിയ മുതൽ തുടക്കം മുതൽ വലിയ ഐഡിയും ബഹളമൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനൊരു സിനിമയ്ക്ക് ഇഡലിക്കടയെ പറ്റി സംസാരിക്കാനാണെങ്കിൽ, ഇഡലിക്കട എനിക്ക് പേഴ്സണലി പടം കണ്ടുകൊണ്ടിരുന്നപ്പം ഒരു വളരെ ജനറിക് ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇതെങ്ങനെ പോകുന്നു, ഇതെങ്ങനെ എൻഡ് ആവുമെന്നും നമ്മൾ എങ്ങനെ എൻഡിങ് ആവുമെന്ന് നമ്മൾ പറയുന്നു, അതുപോലെ തന്നെ സംഭവിക്കുക, അടുത്ത സീനിലും സംഭവിക്കുന്നെല്ലാം നമുക്കറിയാവുന്ന ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ആ സിനിമയ്ക്കകത്ത് കുറച്ച് ഇമോഷൻ എലമെൻറ്റുകളുണ്ട്. അത് വർക്കാവുന്ന ഒരു വലിയ കൂട്ടം ഓഡിയൻസിന് ചിലപ്പോൾ ഈ സിനിമ ഒരു നല്ല സിനിമ, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ അവിടെ നല്ല സിനിമ എന്ന് പറയുന്ന ആ ഒരു മൂഡിലേക്ക് എത്തുമെന്ന് തോന്നുന്നത്. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് രസമായിട്ട് തോന്നിയായിരുന്നു. പക്ഷേ ഇതിങ്ങനെ നമുക്കറിയാമല്ലോ ഇതിനകത്ത് ഇപ്പോൾ ഇതിന് ഇമോഷൻ ഇവരിങ്ങനെ വർക്ക് ചെയ്യുമ്പോഴും ആ ഇമോഷൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല എങ്കിലും എനിക്ക് അത് മനസ്സിലാവും ഇതാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനെ എനിക്കങ്ങനെ ഭയങ്കര ബോറായിട്ട് പോകുന്നു അങ്ങനെ ഒരു ഫീലിലേക്ക് പോയില്ല. ഒരു മിഡ് ഫിലിമായിട്ടുള്ള ഫീല്. நம்ம ட்ரெய்லரை பார்த்து என்ன சொன்னேனோ அப்படியே இருக்கு. അല്ല, എനിക്ക് ഇത് കണ്ടപ്പോഴേ മറ്റേ 3 BHK അങ്ങനൊരു പടമില്ലായിരുന്നു. അതായത് ആ പടവും ഇതേപോലെ നമുക്ക് അറിയാവുന്നൊരു കഥ, അറിയാവുന്നൊരു പ്രസൻറ്റേഷനൊക്കെയാണ്. ബട്ട് അതിനകത്ത് മിസ്സിങ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഇതിനകത്ത് ആഡ് ആയതുപോലെ ഫീൽ. ഇതിനകത്ത് നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ കുറേ കാലം കൂടിയാന്ന് തോന്നുന്നു. ട്രെയിലർ കണ്ടിട്ട് എക്സാക്ട്ലി അത് തന്നെ പടമായിട്ട് വന്നിട്ടും നമുക്ക് ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. അതെ, അല്ല, പക്ഷെ എനിക്ക് അതിൽ ഡിസപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ല. ഞാനിത് അങ്ങനെ കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന സിനിമയൊന്നുമല്ല. നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഓക്കെ ഇതാണ് ഇഡ്ലിക്കടയുടെ പരിപാടി. പിന്നെ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ കിട്ടാഞ്ഞ 1-2 രസകരമായ എലിമെൻറ്റ്സ് ആഡ് ആയിട്ടുണ്ടായിരുന്നു പടത്തിൽ. അതാന്ന് തോന്നുന്നു. പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ്. ഈ സെക്കൻഡ് ഹാഫിൽ കുറച്ചിങ്ങനെ പടം പല വഴിക്ക് നമുക്കൊരു സ്ഥിരം മറ്റേ ഹീറോ വില്ലൻ ആ എലമെന്റുകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും, അതായത് പിന്നെ ഈ പടം തുടങ്ങി ഞാൻ ചെയ്തു പഴയ കോർപ്പറേറ്റ് വില്ലനും ഗ്രാമത്തെ അഴിക്കാൻ വരുന്നു, നായകൻ തിരിച്ചറിവുണ്ടായി കോർപ്പറേറ്റിനെതിരെ പോരാടുന്നു. അപ്പോൾ ആ എലമെന്റിൽ നിന്ന് വേറിട്ട കുറച്ചുകൂടെ പേഴ്സണൽ ആണെങ്കിലും അത് കുറച്ച് വേറിട്ട, അതായത് അഹിംസയോടുകൂടി നേരിടാം. അപ്പം ഞാനിങ്ങനെ എല്ലാവരെയും അടിച്ചു തോൽപ്പിക്കുന്നതിന് പകരം അഹിംസയോടെ ഒരു കാരണം തെളിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന ക്യാരക്ടറായി മാറുകയാണ്. അപ്പം ആ ഒരു എലമെന്റ് ആഡ് ആയിട്ടുണ്ട്. അത് വേണമെങ്കിൽ പുതുമയായിട്ട് എടുക്കാം. പിന്നെ ആ എലമെന്റ് കുറച്ച് ഫോഴ്സ്ഫുള്ളി ആണ് കൊണ്ട് പടം ഇങ്ങനെ തീരാറാകുമ്പോഴും നമ്മൾ വിചാരിക്കും ഇത് ഉടനെ ഒന്നും തീരാൻ ചാൻസ് ഇല്ല. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ബലം പ്രയോഗിച്ച് കൂട്ടിക്കെട്ടി തീർത്തിട്ടുണ്ട് പടം. പക്ഷെ ആ ലാസ്റ്റ് സീൻ രസമുണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് വന്ന് ഉണ്ടായിരുന്നെങ്കിൽ. ആ സീൻ നമ്മൾ ഫസ്റ്റ് ഹാഫിലേ പറഞ്ഞു, നമ്മൾ പടം തുടങ്ങുന്ന ക്ലൈമാക്സ് ലാസ്റ്റ് സീൻ ഇതായിരിക്കുമെന്ന് നമ്മൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. അതെനിക്ക് തോന്നുന്നു സിനിമ ആണെന്ന് മെജോറിറ്റി ഓഫ് ഓഡിയൻസും പറയാൻ പറ്റുന്ന സാധനം തന്നെയാണ്. പക്ഷെ നമ്മൾ പറയുന്നത് ഇത് വളരെ കോമഡി ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അത് പടത്തിലത് എന്താ പറയുക വർക്കാവുന്ന രീതിയിൽ അതുകൊണ്ട് ആ സീൻ പ്രസന്റ് ചെയ്തേക്കാം. പക്ഷേ അതിലേക്ക് എത്തുന്നത് കുറച്ചുകൂടെ സ്മൂത്ത് ആവായിരുന്നു തോന്നിയായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഒരു സർപ്രൈസ് ആയിട്ട് തോന്നി എനിക്ക്. അതായത് ഇതിൻ്റെ റൈറ്റിംഗ് ആണെങ്കിലും ഡയറക്റ്റിംഗ് ആണെങ്കിലും ഇച്ചിരി കഴിവുള്ള ഒരാൾ. എനിക്ക് ധനുഷ് എന്ന ആക്ടറെയൊക്കെ കൂടുതൽ ഇതിനകത്ത് സർപ്രൈസ് ചെയ്തത്. ആക്ടർ വൈസ് പുള്ളി എന്താ പറയുക പ്രത്യേകിച്ചൊന്നും എക്സ്ട്രാ നമ്മൾ യൂഷ്വൽ പരിപാടികളൊക്കെ തന്നെയാണ് എല്ലാം. എനിക്ക് കുറച്ച് സാധനങ്ങൾ വർക്കായത് ഈ പറയുന്ന പോലെ ഇമോഷൻസാണ്. പടത്തിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രധാന ഇമോഷൻ അച്ഛൻ മകൻ. അതായത് ഈ അടുത്തിടെ രാജ്കിരൺ എന്നല്ലേ പുള്ളി ഏത് സിനിമ കണ്ടാലും ഇമ്മീഡിയറ്റ്ലി ഞാൻ പുള്ളി ആ ക്യാരക്ടറാണ് എന്ന് വിശ്വസിക്കുന്ന മെയ്യഴകൻ്റെ അകത്തും നമ്മൾ എന്തോ പുള്ളിയെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇമോഷണൽ പുള്ളി ആ ഒരു മുതിർന്ന ഒരാൾക്ക് നമുക്ക് ഒരു റെസ്പെക്ട് കൊടുക്കാൻ തോന്നുന്ന ഒരാളായിട്ട്. ഇപ്പോൾ രാജ്കിരണിൻ്റെ പഴയ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റൈൽ ഓഫ് സിനിമകൾ അത് ഓർമ്മിപ്പിച്ചു ഈ പടം. അതായത് ഈ 80s ഈ തമിഴ് ഗ്രാമീണ സിനിമയുടെ കഥ എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാമത്തിൽ നടക്കുന്നൊരു കഥ. പക്ഷേ പുള്ളി അത് പ്രസന്റ് ചെയ്യുന്ന അതിനകത്തെ
ഈ ഡെയിലി ലൈഫിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് പടത്തിൻ്റെ സീനുകളെയൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോകുന്നത്. സീൻ ടു സീനേ ഉള്ളൂ, കഥയൊന്നുമില്ല. അപ്പോൾ ആ ഒരു സ്റ്റൈല് തിരിച്ചു കൊണ്ടുവന്ന പോലത്തെ ഒരു റൈറ്റിംഗ് ഒക്കെ തോന്നി. ബട്ട് ഇതിങ്ങനെ ഗംഭീര സിനിമ, അതായത് ഈ ഫോർമാറ്റ് ഓഫ് സിനിമകൾ നമ്മൾ കണ്ട് ശീലിച്ച നല്ല സിനിമകളുടെ ഛായ ഉണ്ട് ഇതിൽ. പക്ഷേ ആ ഫോർമാറ്റിനെ ലിഫ്റ്റ് ചെയ്യത്തക്ക പുതുമ ഒന്നും ഈ സിനിമയ്ക്കകത്തുമില്ല. ആ ഫോർമാറ്റ് എടുത്തിട്ട് വളരെ പുതുമയുള്ളൊരു സംഭവം ചെയ്തൊന്നുമില്ല. ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ പിള്ളേർക്ക് ഈ ടൈപ്പ് സിനിമ ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും. കാര്യം ഇതിൽ പറയുന്ന എലമെന്റ് തന്നെ നമുക്ക് പണ്ട് നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ബൂമർ ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞതാണ്. അപ്പം അതേപോലെ തന്നെ സിനിമയിലും അങ്ങനെ തന്നെയാണ് അത് ഇരിക്കുന്നതെങ്കിലും അത് ചിലപ്പോൾ നമുക്കത് കാണുമ്പോൾ എടാ അത് കുഴപ്പമില്ലടാ, അത് നമ്മൾ അങ്ങനെ എടുക്കുന്ന രണ്ടിന്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടു ശീലിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ സാധനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ജനറേഷന് ഈ പടം കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ വില്ലന്മാരുടെ കൂട്ടത്തിൽ നിൽക്കും. അതെ, അതായത് വില്ലന്മാരുടെ ഭാഗത്താണ് ഞാനെന്ന് തോന്നുന്നു. വില്ലന്മാരെ അങ്ങനെ വില്ലന്മാരാക്കി അവനൊരു തെറിച്ച് നടക്കുന്ന ഒരു പയ്യൻ, പണമൊക്കെ ഉള്ള അതിൻ്റെ ഒരു അഹങ്കാരമുള്ളൊരു പയ്യൻ. അതുകൊണ്ട് വേണമെങ്കിൽ ലാസ്റ്റിലത്തെ ആ മനമാറ്റമൊക്കെ ശരി എന്ന് വിടാം. അവനെ നമ്മളിങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ക്രൂര വില്ലൻ, ആ വില്ലൻ ക്യാരക്ടറായിട്ട് ചെയ്യുന്ന അരുൺ വിജയാണ് കേട്ടോ. വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, അതാണ് വില്ലനാകാൻ ഒരു രണ്ടടി കിട്ടിയാൽ സ്പോയിൽഡ് ബ്രാൻഡ്, അതാണ് അവൻ്റെ ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ ഒരാളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാലോ, അപ്പൻ്റെ പൈസ തൂത്തൊഴിച്ച് നടക്കുന്ന ഒരു മകൻ, അപ്പം പറഞ്ഞ അനുസരിക്കാത്ത അപ്പൻ്റെ അടുത്ത വാരിസാവേണ്ടവൻ. ആ വാരിസാവാൻ അപ്പൻ നോക്കിയിട്ട് ഇവനെ കൊണ്ട് ഒരു രീതിയിലും ഇവനെ കൊണ്ട് ഒരു ഗുണമില്ല. അവൻ്റെ ഈഗോ വെച്ചിട്ട് അവൻ്റെ ഈഗോയുടെ പേരിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇടലിക്കണ അത് തന്നെ മനസ്സിലാകത്തില്ല. അപ്പം ഓഡിയൻസിന് ധനുഷിന്റെ കൂടെ നിൽക്കണമെങ്കിൽ ഇഡലിക്കട സെന്റിമെന്റ് വർക്കാവണം. അത് ഒരു പരിധി വരെ അവർ സക്സസ്ഫുൾ ആണ്. ആ ഇഡലിക്കടയോടുള്ള സെന്റിമെന്റ്സ് നമുക്ക് മനസ്സിലാവും. പടം കാണുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലായി, പക്ഷേ എന്നാലും പടം കാണുമ്പോഴും നമുക്കത് കിട്ടും. അതെ, ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ഭയങ്കര പ്രിപ്പയർഡ് ആകുന്നത് അല്ലേ, ഇതാണ് പരിപാടി എന്ന് നമുക്ക് മൊത്തം അറിയാവുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ പോയിരിക്കുക തിയേറ്ററിൽ. ഞാൻ ഒരിടത്ത് കുറച്ച് ഇമോഷണൽ ആയിരുന്നു. അത് മറ്റേ ഈ പടം തുടങ്ങുമ്പോഴത്തേക്കും പടം ഫസ്റ്റ് സീനിൽ, അതായത് ഇഡലിക്കട ഓപ്പണിങ്, അച്ഛൻ വന്ന് ഇഡലിക്കട തുറന്നിട്ടൊരു സെറ്റപ്പ് കാണിക്കും. അപ്പം ആ സീൻ ഇച്ചിരി വൃത്തിക്ക് എടുത്തേക്കും. ഞാൻ അത് കണ്ടപ്പോൾ ഇത് റെഗുലർ പരിപാടിയിൽ നിന്നും അത് വലിയൊരു ശതമാനം അതിനെ സഹായിച്ചത് മ്യൂസിക്കാണ്. പ്രകാശ് കുമാർ ബിജിഎം സോങ്സ് എല്ലാം റെഗുലർ ഫെയറിന് എബോവ് എന്ന് പറയുന്നില്ല, ബട്ട് ഈ പടത്തിന് കറക്റ്റ് മ്യൂസിക്കാണ്. അപ്പോൾ ആ സീക്വൻസ് റിപ്പീറ്റ് ആകത്തില്ല. ധനുഷ് പിന്നെ തിരിച്ചു വന്നിട്ട് എന്നിട്ട് അപ്പോൾ ആ എലമെന്റിൽ കുറച്ച് എന്തോ ഞാൻ ഈ രാജ്കുമാർ അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ്. എനിക്ക് ബേസിക്കലി ഇമോഷൻ എനിക്ക് കുറച്ച് ഇതായത് ഈ പറഞ്ഞ പോലെ പുള്ളി ഇവനും തമ്മിലുള്ള കുറച്ച് സംഭവങ്ങൾ വരുമല്ലോ. അപ്പോൾ അവിടെ പുള്ളി പറയുന്ന കാര്യങ്ങൾ, പിന്നെ പുള്ളി മരിക്കുന്ന ആ എലമെന്റ് ഒക്കെ വരുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇതായിട്ട് അത് എന്താ നമുക്ക് വർക്കാവും എന്നുള്ളൊരു സംഭവം. അത് അങ്ങനെയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്കും ബുദ്ധി കൊണ്ട് ഇത് വർക്കാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കരഞ്ഞു മെഴുക അങ്ങനെയല്ല, അങ്ങനെ വർക്കായില്ല. ഈ പറയുന്ന പോലെ നമുക്ക് നമ്മൾ ഇമോഷണലി വർക്കാവുന്നതാണ്. നമുക്കിങ്ങനെ നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്ത് നമ്മുടെ കണ്ണ് നിറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്കാൾ ഇതിൽ കുറച്ചുകൂടെ നമുക്കിത് കാണുമ്പോൾ ഇതാണ് സിനിമയിൽ ഇവർ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു കുറച്ചുകൂടെ നമ്മൾ എന്താണ് പറയുന്നത്, നമ്മളതിനെ മെന്റലി എടുക്കുന്നത്. കുറച്ചുകൂടെ ശുദ്ധ ഹൃദയന്മാരാണെങ്കിൽ കുറച്ച് കരഞ്ഞു അതെ. ഈ സിനിമ ഇപ്പം നമ്മുടെ അമ്മമാർ അങ്ങനെയുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവർക്കിത് കറക്റ്റാണ്. അവർ പറയുമ്പോൾ ഇതാണ് ശരിക്കുള്ള, ഇതാണ് ശരി. അവർക്ക് ഈ ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റും. എനിക്കൊന്ന് കേരളത്തിലും ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പടം കേരളത്തിൽ വർക്കാവുന്ന ഓഡിയൻസ് തിയേറ്ററിൽ എത്തത്തില്ല. പക്ഷെ കേരളത്തിലുള്ള ഒരു പെർസെൻറ്റേജ് ഓഫ് ഓഡിയൻസിന് ഈ പടം വർക്കാണ്, വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഈ കുറച്ചധികം സീനുകൾ കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ നല്ല രീതിയിൽ എടുത്ത പടമാണ് എന്ന് തോന്നി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഫോർമാറ്റ് ഓഫ് സിനിമയാണ്. അതായത് നമ്മൾ കണ്ടുമെടുത്തൊരു കഥയാണ്, അതിങ്ങനെ എടുത്ത് മാറ്റി വെക്കുവാണ്. ഈ പടത്തിൽ നിന്ന് ആ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ എന്നുള്ള സംഭവം നെഗറ്റീവായിട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇത് വർക്കാവുന്ന വലിയൊരു ശതമാനം ഓഡിയൻസ് ഉണ്ട്. ഈ സിനിമ നല്ല വൃത്തിക്ക് എടുത്തൊരു സിനിമയാണ്. ഫസ്റ്റ് മറ്റേ പുള്ളി മരിച്ച സീനിൽ അപ്പം അത് ഇതിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ഡ്രമാറ്റിക് ആയിട്ട് പോലും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാര്യം ഇത് എങ്ങോട്ടാണ് ഇത് പോണത്, അങ്ങനെ നമ്മളറിയാമല്ലോ ഇത് ഇവിടെ വരുമ്പോൾ പെട്ടെന്നൊരു നിലവിളി ഉണ്ടാവും, ബഹളം ഉണ്ടാവും എന്നുള്ള വിചാരിച്ചിരിക്കുമ്പോൾ അതിനെ ഭയങ്കര അച്ചടക്കത്തോടെയാണ്. അച്ചടക്കം ആ സംഭവമാണ്. അത് വളരെ അപ്പം ഡയറക്ടറിൻ്റെ ഒരു കഴിവാണ്. എഴുതി ഡയറക്റ്റ് ചെയ്ത അത് വളരെ നീറ്റായിരുന്നു. അപ്പം കാരണം നമ്മൾ ആ മരിപ്പോട് ഒരുപാട് കണ്ടിട്ടുണ്ട് പടത്തിൽ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ ഓൾറെഡി ഒരു മുൻധാരണ ഉണ്ടല്ലോ. അപ്പോൾ ആ ധാരണകളിലേക്ക് അവർ അങ്ങനെ പോകാതെ അതിനെ വളരെ കയ്യിറക്കത്തോടെ അത് പിന്നെ എൻഡ് ചെയ്ത് മറ്റേ ഒരു കാഫിൽ എൻഡ് ചെയ്തില്ല, പശുക്കിടാവിൽ എൻഡ് ചെയ്ത് അത് നല്ല എലമെൻ്റ് ആയിരുന്നു. ആ പശുക്കിടാവ് പിന്നെ മറ്റേ ഇവനെ 3 മണിക്ക് എഴുന്നേൽപ്പിക്കാനെ
അച്ഛൻ വന്നിട്ട് പിന്നെ ക്ലാവായിട്ട് മാറുന്ന ആ ഒരു അച്ഛൻ ഇവനെ സ്വപ്നത്തിൽ വരുന്നത് പോലെ തോന്നി, ഇവൻ ഉണരുമ്പോൾ കാണുന്നത് അടുത്ത് നിൽക്കുന്നത്. അതിന്റെ റൈറ്റിംഗ് കണ്ടിന്യൂറ്റി, അതായത് ആ എലമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവനൊരു ഡൗട്ട് തോന്നുന്നു, അത് കഴിഞ്ഞിട്ട് ഇവൻ അച്ഛനെ അമ്പലത്തിലേക്ക് കയറി പോകുന്നത് കാണുന്നു, പിന്നെ കാണുന്ന അച്ഛൻ ആ കറുപ്പസ്വാമിയായിട്ട് വന്ന് അത് കഴിഞ്ഞ് ഉണരുമ്പോൾ ഇവന് ആദ്യം ഇങ്ങനെ അതിനകത്തുനിന്ന് ഞെട്ടി ഉണരുമ്പോൾ കാണുന്ന വേറെ സ്ഥലത്ത് ഇരിക്കുക. അതെ അതെ, ഭിന്നാമിനിങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് അച്ഛനുമായിട്ടുള്ള കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഉണരുമ്പോൾ. അപ്പൊ ഈ പറയുന്ന ഈ പടത്തിന്റെ ഒരു സ്പിരിച്വൽ എലമെന്റ് ഒരു കണ്ടിന്യൂറ്റി, അതും ഈ പറയുന്ന പോലെ കുറച്ച് ഹാൻഡിൽ ചെയ്തതിലൊരു അച്ചടക്കമുണ്ട്. നമ്മളിങ്ങനെ തമിഴ് സിനിമ ലെവലിലേക്ക് പോകാതെ എന്നാൽ മലയാളം സിനിമ ലെവലിലേക്ക് വരാതെ ഇതിൻ്റെ ഇടയ്ക്കൊരു ബ്രിഡ്ജ്, ഹാപ്പി സ്പേസ് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സർപ്രൈസ് ഈ പടത്തിൽ. നമ്മൾ അറിയാവുന്ന കഥയാണെങ്കിലും കുറച്ച് സർപ്രൈസിങ് എലമെൻറ്റ് ഇതിൻ്റെ ഡയറക്ടോറിയലിലും റൈറ്റിങ്ങിലുണ്ട്, ഒരു ഇച്ചിരി ഡെപ്തും ഉണ്ടെന്ന് പറയാം. അപ്പം അതൊക്കെയാണ് നമുക്ക്. ബട്ട് ഒരു കോമൺ ഓഡിയൻസിന് ഞാൻ വളരെ കൂളായിട്ടൊരു സിനിമ കാണാൻ പോവുകയാണ് തിയേറ്ററിൽ എന്നുള്ള ലൈനിൽ പോയിരിക്കുമ്പോൾ ഒരു പക്ഷേ കുറച്ച് പേർക്ക് ഇത് ഭയങ്കര പടമാണല്ലോ എന്നുള്ള ഒരു മടുപ്പ് പടമാണല്ലോ എന്നൊരു ഫീൽ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ട്രെയിലറൊക്കെ ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ വരും നിങ്ങൾക്കുള്ള കപ്പ് ഓഫ് ടീ ആണോ എന്ന്. അങ്ങനെ വേണമെങ്കിൽ പോയി ഇന്ന് കാണുക, അതർവൈസ് നിങ്ങളെ വഴിക്ക് പോകാതിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഭയങ്കര മടുപ്പായിട്ട് ഫീൽ ചെയ്യാം. അതെ, ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇത് മടുപ്പാന്ന് തോന്നുവാണെങ്കിൽ ഈ പറയുന്ന പോലെ പോയാലും ചിലപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്ന റിവ്യൂ ആയിരിക്കും. നിങ്ങൾക്ക് അവന്മാർ കൊള്ളാന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നും. പക്ഷെ നമ്മൾ പറയുന്നത് ട്രെയിലർ കണ്ടു, അത് തന്നെയാണ് സിനിമ. അപ്പോൾ ആ എക്സ്പെക്ടേഷൻ നമ്മൾ പോയി ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തു. അതിന് മേളിലേക്ക് നിങ്ങൾക്ക് ഒന്നും അതിനൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ അത് കാണാൻ അതിൻ്റെ വളരെ വളരെ നല്ലൊരു വേർഷൻ അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ട്രെയിലർ കിട്ടുന്ന ഡബ്ബിങ് ഞാൻ തുടക്കം തൊട്ടേ എനിക്ക് തോന്നിയൊരു എലമെന്റ്, ഈ ഡബ്ബിങ്ങും ലിപ്സിങ്ങും പുറത്തു വരുന്ന വേർഡ്സും അതായത് ഇവര് ഷൂട്ട് ചെയ്തപ്പോൾ പറഞ്ഞ പല ഡയലോഗ്സും ഇവര് പോസ്റ്റിൽ ഭാഷ വേറെ, അതായത് സ്ലാങ്ങിൽ കുറച്ച് ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ പല വേർഡുകളും ഇവര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ അതെ, അപ്പം തുടക്കം തന്നെ കുറേ പേര് ഇങ്ങനെ ഒരു വാക്കൊക്കെ ഇങ്ങനെ വായനക്കുന്ന വേറെ രീതി. എനിക്ക് ഒന്ന് പിന്നീട് ഒരു സ്ലാങ്, ഒരു മധുരയല്ലേ ഇത്, മധുര മറ്റേ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്ത് മധുരയില്ല, മധുരയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമമാണ്. അപ്പോൾ കുറച്ച് മധുര ഭാഷ ചേർക്കാന്നുള്ള ഡിസിഷൻ, അത് അല്ലെങ്കിൽ ചില വാക്കുകൾ ഇങ്ങനെ എല്ലാം പിന്നീട് പറഞ്ഞു അങ്ങനെ ആയിരിക്കും. കുറച്ചധികം ഡബ്ബിങ്ങിൽ ചേഞ്ച്. ഷൂട്ടിൻ്റെ ടൈമിൽ നിങ്ങൾ ആ ഡയലോഗ് പറയുക, ആ ഡയലോഗിന് ഈ സ്ലാങ്ങിലേക്ക് മാറ്റാൻ ഡബ്ബിങ്ങിൽ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭയങ്കര ലിപ്സിങ് ഔട്ടും ഒരുപാട് സ്ഥലത്ത് ഫീൽ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഡയലോഗ്സുകൾ ഇവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറെ സ്ഥലത്ത് ഒരു ഇമോഷണൽ, അത് ഇന്റർവെല്ലൊക്കെ ഉണ്ട് ആ സാധനം. ധനുഷിന്റെ മെയിൻ ഒരു പഞ്ച് ഡയലോഗ് പോലത്തെ സാധനം ഉണ്ടല്ലോ, പുള്ളിക്കാരത്തിയുടെ പല പോർഷനും അങ്ങനെ. നിത്യാമേനന്റെ പല പോർഷനിലും നിത്യാമേനൻ പറഞ്ഞ ഭാഷയല്ല പിന്നീട്. എനിക്കൊന്ന് ലൈവില് കുറച്ചധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതെ അതെ. പക്ഷെ എനിക്ക് അവരുടെ മറ്റേ ലവ് സ്റ്റോറി എന്ന് പറയത്തക്ക സെക്ഷനും വളരെ രസകരമായിട്ട് തോന്നി. അതെ, അത് ഒരുപാട് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര അതും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സ്റ്റൈൽ ഈ ലൈൻ കണ്ടിട്ടുണ്ട്. ബട്ട് അതിൻ്റെ ഒരു നല്ല വെർഷൻ, ഇങ്ങനെ ഈ ലൈൻ പടങ്ങൾ എനിക്ക് തോന്നുന്നു തമിഴിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ കുറെ കാലമായി. അതെ, നല്ല വെർഷൻ തമിഴിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല വെർഷൻ എന്ന് വെച്ചാൽ ഇതുപോലൊരു മെയിൻ സ്ട്രീം പടമായിട്ട് വരും. അതായത് ഇപ്പോൾ മെയിൻ സ്ട്രീം നായകൻ അഭിനയിക്കുന്ന ഒരു പടമായിട്ട് വരുന്നു. പിന്നെ ഈ സിനിമയിൽ ആക്ച്വലി ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉണ്ട്. ഇന്റർവെല്ലിന് മുമ്പ് ഒരു ആക്ഷൻ സീക്വൻസ് നടക്കും. എല്ലാം കൂടെ ചേർത്ത ഒരു 2 ആക്ഷൻ സീൻ, രണ്ട് ഫൈറ്റ് സീക്വൻസ് ആണ് പടത്തിൽ വരുന്നത്. മെയിൻ 3 ഫൈറ്റ് സീൻ വരും. അതായത് സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് നോക്കുമ്പോൾ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അരുൺ വിജയുടെ സീക്വൻസ്. അപ്പോൾ അങ്ങനെ ഒരു 3 ആക്ഷൻ സീക്വൻസ് വരും. അപ്പോൾ ആക്ഷൻ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇന്റർവെൽ ആക്ഷൻ സീക്വൻസ് ശരിക്കും കുറച്ച് മറ്റേ ഹീറോ, അതായത് ധനുഷിനെ കാണാൻ വന്നിരിക്കുന്ന 2 പേര് കൈയടിച്ചോട്ടെ എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് സാധനമാണ്. അതെ അതെ. പിന്നെ അത് തന്നെ അപ്പോൾ അതിനുശേഷം പുള്ളി അഹിംസ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അടിച്ചാൽ തിരിച്ചടിക്കത്തില്ല. പക്ഷേ അവസാനത്തേക്ക് ഇവൻ്റെ സമുദ്രക്കനിയായിട്ടുള്ളൊരു സീക്വൻസ് ഉണ്ട്. അതിലവന് അടിക്കാനുള്ള റീസൺ തന്നെ ഈ ക്രാവിനെ വെട്ടാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവൻ കുറച്ചൊരു ഇമോഷണലി ബേസ്ഡ് ഔട്ടായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് അവിടെ ഞാൻ പെട്ടെന്ന് ഡൗട്ടായിട്ട് ആ ഫൈറ്റ് സീക്വൻസിന് ഇടയ്ക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നാട്ടുകാരൊക്കെ ഇൻവോൾവ് ആയിട്ട് വലിയ ബഹളമാവും, ഒരു കലാപ സിറ്റുവേഷൻ പോലെ. അപ്പം അത് എനിക്ക് ബേസിക്കലി അവരെ ആൾക്കാർ കൂടി ഇവരെ ആരെ പുറത്തുനിന്ന് ആൾ വന്ന് തള്ളുന്നു എന്നുള്ള ലൈനിൽ ഇവരെ എതിർക്കാൻ പോയതാണ്. പക്ഷെ അത് കുറച്ച് അതിൻ്റെ വിഷ്വലൈസേഷൻ പെട്ടെന്ന് കാണുമ്പോഴേ എഡിറ്റ് ജമ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇതൊന്നും ഇത്ര ആൾ കൂടി ഇന്നൊരു ഫൈറ്റ് നടക്കുന്നത് നമ്മളിങ്ങനെ പെട്ടെന്ന് തോന്നും. നമ്മൾ ഈ ഇങ്ങനത്തെ പടങ്ങൾ എടുക്കുമ്പോൾ എനിക്കൊന്ന് പൊതുവേ പടത്തിന്റെ ഫൈനൽ ലെങ്ത് ഭയങ്കര ലോങ് ആയിട്ട് ഇതിങ്ങനെ അത്. പക്ഷേ സർപ്രൈസിംഗ് ഈ പടം 2.5 മണിക്കൂറേ ഉള്ളൂ. അതെ, പക്ഷേ ഈ യൂഷ്വലി ഈ സിനിമയുടെ ഒരു ഭൂരിപക്ഷം 2.25-3 മണിക്കൂർ അടുത്താണ് ഉണ്ടായിരുന്നത്. ഈ പലയിടത്ത് പടം തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെ ഒരു സീൻ ജമ്പ് ഉണ്ട്. ഈ സീൻ്റെ ഇടയ്ക്ക് ഒരു സീൻ ഉണ്ടെങ്കിൽ ഇച്ചിരി സ്മൂത്ത് ആയിട്ട് ഫ്ലോ ആവുമല്ലോ എന്ന് തോന്നി. പക്ഷെ ഇങ്ങനെ ജമ്പ് ചെയ്താണ്
ആളുകളുടെ ഇമോഷൻസ് ഈ സീൻ തുടക്കത്തിൽ പിന്നെ ധനുഷ് മറ്റേ ബാങ്കോക്ക് നിൽക്കുമ്പം ഇവനെന്താ ഇങ്ങനെ നിൽക്കുന്ന ഇവന് ഒരു താല്പര്യമില്ലല്ലോ എന്ന് തോന്നും. ചിലപ്പോൾ അതായിരിക്കും ഉദ്ദേശം. എനിക്കൊന്ന് എഡിറ്റിൽ ഇവർ ഈ സാധനം ഈ ഫ്ലാഷ് ബാക്കും പരിപാടിയൊക്കെ ആ സീനിൽ വെച്ച് അതിനെ കുറച്ചുകൂടെ സിമ്പിളാക്കിയത്. എഡിറ്ററുടെ വേർഷനാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതിനകത്ത് ഒരു എഡിറ്റർക്ക് ഒരു പങ്കുണ്ടെന്ന് തോന്നും. കാര്യം ഇതിനെ ഒരു ചെറിയ പടമാക്കുന്നതിൽ ഈ ഡ്യൂറേഷൻ ഇത് ചെയ്യുന്നതിൽ ഭയങ്കര മറ്റേ ആ ഫ്ലാഷ് ബാക്കൊക്കെ രസമുണ്ടായിരുന്നു. ഈ ധനുഷിന്റെ അച്ഛൻ്റെ കുട്ടിക്കാലമൊക്കെ കാണിക്കത്തില്ലേ, അവർ രണ്ടുപേരും ഈ കട ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി കാണിക്കും. അതൊക്കെ കൊണ്ടായിരിക്കും കുറച്ച് ഡീറ്റെയിലേക്ക് ഇറങ്ങുന്നുണ്ടാന്ന് തോന്നിയത് വർക്കാവുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചുമ്മാ ഈ കട എൻ്റെ ജീവിതത്തിലെ ഭയങ്കര കടയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓക്കേടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ട ചിലപ്പോൾ അവരതിൻ്റെ ഒരു എഫേർട്ട് എടുത്തുകൊണ്ടായിരിക്കും. പിന്നെ അമ്മ തിരിച്ചു വരത്തില്ല, അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് അപ്പോഴാന്ന് തോന്നുന്നു അമ്മ ആദ്യമായിട്ട് കട കാണുന്നത്. അല്ലെങ്കിൽ അല്ല, അമ്മ തിരിച്ച് കടയിലേക്ക് വരുന്നു, തിരിച്ച് വന്ന് കഴിയുമ്പോൾ അവിടെ വെച്ചിട്ടാണ് മറ്റേ ഇവര് പഴയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇവരെങ്ങനെയാണ് ഈ കട ഇവരുണ്ടാക്കിയെന്നുള്ളതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ നമ്മളെ കാണിക്കുന്നത്. സീക്വൻസ് രസമുണ്ടായിരുന്നു. അതെ, ചേട്ടൻ പറഞ്ഞാൽ അതിൽ അഭിനയിച്ചിരിക്കുന്നവർ നമ്മൾ കാണുമ്പോൾ അവരും നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തിരിക്കുന്നുണ്ടാണ് നോക്കാം. അതെ അതെ, അതിങ്ങനെ മെഴുകാതെ അതെ അതെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും ലോ പോർഷൻ പറഞ്ഞ ഈ ബാങ്കോക്ക് ടീമാണ്, ഈ വില്ലൻ ടീം. വില്ലന്മാരുടെ സീക്വൻസ് ഒക്കെ കുറച്ച് ഭയങ്കര ജനറിക്സ് ആണ്. അതെ അതെ, അത് നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇടയ്ക്ക് ചിരിയൊക്കെ വരും ഇവരുടെ ചില ഇത് കാണുമ്പോൾ. അങ്ങനെയാണ് അത് ചെയ്ത് വെച്ചത്. അരുൺ വിജയ്ക്ക് ഒരു ഇമോഷനേ ഉള്ളൂ ബേസിക്കലി. ബട്ട് അത് സത്യരാജ് ഇതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടുന്ന ഒരു അച്ഛൻ്റെ ക്യാരക്ടറാണ്. അതായത് അതെ, മകൻ മറ്റേ പഴയ നമ്മുടെ പഴയ മലയാള സിനിമയിലൊക്കെ ഉള്ളൊരു എലമെന്റ് ഉണ്ടല്ലോ, ഈ അടി ഞാൻ കുറച്ച് നാൾ മുമ്പ് അടിച്ചത് നന്നായനെ, ആ ഒരു എലമെന്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അത് ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും ഇത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. നമ്മളത് ഒരുപാട് ഞാൻ വിചാരിച്ചത് കുറച്ച് നേരത്തെ നടക്കുമായിരിക്കും എന്ന് വിചാരിച്ച്, പക്ഷെ അത് അവസാനം വരെ പോകുന്നുണ്ട്. പണ്ട് മറ്റേ നമ്മൾ പറയുന്നത് അടിക്കാനുള്ള പോർഷൻ ഇതാണ്, ഇവിടെയാണ് അടിക്കേണ്ടത് എന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ പറയുമെങ്കിലും സിനിമയിലാണ് നടക്കുന്നത് ഒറ്റ ഒരെണ്ണം കൊടുക്കാൻ വരും എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ മൾട്ടിപ്പിൾ ടൈം പറയും, പക്ഷെ അത് നടക്കുന്നത് തൊട്ട് അല്ലേ ക്ലൈമാക്സിന് കറക്റ്റ്. പണ്ടത്തെ സിനിമയിൽ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ട് സ്ത്രീകളെ നിലക്കി നിർത്തണമെങ്കിൽ ഒരു അടി കൊടുക്കാം എന്ന് പറയുന്നത് ആ കൺസെപ്റ്റ് അത് മാറ്റിയിട്ട് ഇവിടെ മകനെ നിലക്കി നിർത്താൻ അച്ഛൻ ഒരു അടി കൊടുക്കുന്നു എന്നുള്ള സംഭവമാണ്. നിലക്കി നിർത്താൻ അടി കൊടുക്കുക, ഒറ്റയടിക്ക് മകൻ നന്നായി അല്ലേ, അതാണ് അതും തമാശയാണ്. അത് സിനിമയിൽ അങ്ങനെ ഒറ്റയടിക്ക് മകൻ നന്നായി, മകൻ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അതെ മകൻ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഇതായി. പിന്നെ ഇടയ്ക്ക് കുറച്ച് മറ്റേ തമാശ സീനൊക്കെ രസമുണ്ടായിരുന്നു. മറ്റേ അരക്കുന്ന ഇത് നമ്മുടെ ഇടയിൽ 30 മിനിറ്റ് റെക്കോർഡാണെന്നൊക്കെ. അതെ അതെ, അത് വളരെ ലൈറ്റ് സാധനങ്ങളാണ്, പക്ഷെ അത് വർക്കാണ്. അതാ പറഞ്ഞത്, അതിങ്ങനെ ഭയങ്കര ഹ്യൂമർ സൈഡിലേക്ക് ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് പോവല്ല, ഈ പടത്തിന്റെ മീറ്ററിനകത്ത് നിന്നുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ ഹ്യൂമർ എലമെന്റുകൾ. കാരണം ധനുഷ് വളരെ ഇച്ചിരി എനിക്ക് തോന്നുന്നു ഈ ഗാന്ധിയൻ ലൈൻ ആയതുകൊണ്ട് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ് ക്യാരക്ടർ വൈസ്. പ്രത്യേകിച്ച് എക്സ്ട്രീം ഇമോഷൻസ് ഒന്നും ഇല്ല. ആ ഒരു പേസിൽ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നവരെ കുറച്ച് രസകരമായിട്ട്. മറ്റേ ഒരു പയ്യൻ വന്ന് ചോദിക്കത്തില്ലേ സിനിമയിലൊക്കെ സുടുമ്പം അത് കറക്റ്റാണ് സ്ഥലത്ത് വെടിവെച്ചാലേ മരിക്കത്തുള്ളൂ, അതെവിടെയാ വെടിവെക്കട്ടെ എന്ന് ചോദിക്കുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ എനിക്ക് തോന്നുന്നു സിനിമയിലെ ഇവരിപ്പോൾ ഈ സീക്വൻസ് കാണുമ്പോഴേ ഇത് എല്ലാ സിനിമയിലുള്ളതാണല്ലോ നായനെ വെടിവെച്ചാൽ മരിക്കില്ലല്ലോ എന്ന് പറയുന്ന ആ സ്ഥിരം സാധനം. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം. അപ്പൊ അതും ഇവന് വെടികൊള്ളുന്നത് റൈറ്റ് സൈഡില്ല. അപ്പോൾ അതാ പറയുക ശരിയായിട്ടുള്ള സ്ഥലത്ത് വെടികൊള്ളുമ്പോൾ അതെ അതെ വെടികൊള്ളുമ്പോൾ കാണിക്കത്തില്ല, പക്ഷെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കാണിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ അത് സിനിമാ ശീലങ്ങളാണ്. ഏത് വലതുവശത്ത് വെടിവെച്ച ആൾ മരിക്കില്ല, ഇടതുവശത്ത് വെടിവെച്ചാൽ മാത്രമേ മരിക്കൂ എന്നുള്ളത്. അതെ അങ്ങനെ ഒരു മറ്റേ അത് കഴിഞ്ഞിട്ട് ഇവൻ ഉണരുമ്പം അവളിരിക്കത്തില്ലേ, അവളിരിക്കും മറ്റേ ഭസ്മൊക്കെ അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഓക്കെ ഇവന് തിരിച്ചിഷ്ടമാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയുന്നത് അങ്ങനെയാണ്. അത് അല്ല, അങ്ങനെ വളരെ റെയറാണ്. കാരണം ഈ പടത്തിൽ തന്നെ മറ്റേ നമ്മുടെ ഞാൻ സ്ഥിരം തമിഴ് പടത്തിൽ കണ്ടു മടുത്തു എന്ന് പറയുന്ന കുറച്ച് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. പടം തുടങ്ങുന്നത് ഈ പറയുന്ന പോലെ വോയിസ് ഓവറാണ്. അത് ഞാൻ വോയിസ് ഓവർ. അച്ഛൻ 3 മണിക്ക് എഴുന്നേക്കും, അച്ഛൻ അരി ആട്ടുന്നു, അച്ഛൻ ഇത് നമ്മൾ വിഷ്വലി കാണിക്കുന്നുണ്ട്, പ്ലസ് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതേപോലെ തന്നെ സീനുകളിലും ഈ പറയുന്ന പോലെ മറ്റേ പാർത്ഥിവൻ മറ്റേ കാശ് കൊടുത്ത് ചെയ്യിക്കത്തില്ലേ, അതൊക്കെ പാർത്ഥിവൻ തിരിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓ ഇവൻ കടയുടെ ഇത് പേപ്പേഴ്സ് ഉണ്ടാക്കുവാണ്. പക്ഷെ പാർത്ഥിവൻ ഇറങ്ങി വന്ന് ഞാൻ പേപ്പേഴ്സ് ഉണ്ടാക്കി ഒരു എക്സ്പ്ലനേഷൻ സീൻ അത് വേണം. ചിലപ്പോൾ ഈ പടം വർക്കാവുന്നത് വേണ്ടി വരുമായിരിക്കും. ബട്ട് നമുക്ക് ഒരു നമുക്കതില്ലെങ്കിലും നമുക്കത് മനസ്സിലായ ഒരു സീക്വൻസിന് ശേഷം ഒരു എക്സ്പ്ലനേഷൻ സീൻ അത് ഈ പടത്തിലുണ്ട്. പിന്നെ ഈ സിനിമയിലെ നരേഷൻ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. കാര്യം അത് ഈ പടത്തിന്റെ മൂഡിൽ ഇത് പോയി അങ്ങനെ ഇന്ത്യയാണ്. ഇവൻ ഈ തുടങ്ങുമ്പോഴേ ഇതിങ്ങനെയാണ് ഈ പടം. അപ്പം നമ്മൾ ഓൾറെഡി ഇത് സെറ്റിലായി ഇതിങ്ങനെയാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്തോട്ടെ കുഴപ്പമില്ല. നരേഷൻ പൊതുവെ ഞാൻ പറയുന്നത് അത് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടല്ല, നമ്മൾ ശ്രദ്ധിക്കുമല്ലോ
അപ്പോൾ ഈ പടം തുടങ്ങുമ്പോൾ ഒരു നറേഷനിൽ തുടങ്ങുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചു. അത് ഞാൻ ആ നരേഷൻ തുടങ്ങിയപ്പോഴേക്കും ഞാനിങ്ങനെ വയറ്റ് നോക്കി, ഓ ഇന്ന് ഇല്ല, പക്ഷെ അത് ഈ പറ അത് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് പോയില്ല. നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ല നരേഷൻ, ബുദ്ധിമുട്ടിക്കാത്ത നറേഷനാണ്, ബട്ട് നറേഷനാണ് എന്നുള്ള ഞാൻ പറയുന്നത്. മറ്റേ പടം തുടങ്ങണമെങ്കിൽ നറേഷൻ ഇല്ലാതെ എങ്ങനെ ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളൊരു ഈ ഗ്രാമം, ഈ വീട്, അച്ഛൻ്റെ ഇഡലിക്കട, അങ്ങനെ എല്ലാത്തിനെ പറ്റി നമ്മൾ ബാക്ക് സ്റ്റോറി, ഇതൊക്കെ വളരെ കോമൺലി യൂസ്ഡ് തമിഴ് സിനിമ ടൂൾസ് ആണ്. ഇതിനകത്ത് വലിയ കുഴപ്പമില്ലാതെ യൂസ് ചെയ്തിട്ടുണ്ട്. അതെ, ആരോ കമന്റ് ചോദിച്ചത് നറേഷനാണ് നിനക്ക് എന്താടാ കേട്ടോണ്ടിരുന്നാ പോരെ, നീ അഭിനയിക്കൊന്നും വേണ്ട. നമ്മളതിൻ്റെ നല്ല യൂസേജിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അത് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ നല്ലൊരു ടൂളാണത്. പക്ഷെ അതിൻ്റെ ഓവർ യൂസ് ചിലപ്പോൾ നമ്മുടെ ആസ്വാദനത്തെ ബാധിക്കും. ഞങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കാറുണ്ട് പലപ്പോഴും. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് ശരിയാണ്, അത്രേ ഉള്ളൂ. ഇത് നന്മ തരുന്ന സംഭാഷണമല്ലേ. നന്മപ്പടം കണ്ടു കഴിഞ്ഞാൽ നന്മ വിതരണം. അതെ, എനിക്ക് പടം കണ്ടു തീർന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സമാധാനം, കൊള്ളാം. ഞാൻ എക്സ്പെക്ട് ചെയ്ത പടം കുറച്ച് വളരെ ലോ ആയിട്ടൊരു പടമാണ്. ഞാൻ വിചാരിച്ചു ഇതൊരു നമ്മൾ ചിലപ്പം റോസ്റ്റ് ചെയ്യപ്പെടേണ്ട ലെവലിലേക്ക് പോകണൊരു പടമായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ പോയിരുന്ന് കണ്ടത്. അതുകൊണ്ടായിരിക്കും തോന്നുന്നു എനിക്കത് വളരെ മിഡ് ഫിലിമായ നമ്മുടെ എക്സ്പെക്ടേഷനെ ഈ സിനിമ കുറച്ച് എപ്പോഴും ഈ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ആണ്. ഞാൻ തന്നെ പല പടങ്ങളും ഭയങ്കര എക്സ്പെക്ടേഷൻ ചില ഡയറക്ടേഴ്സ് വന്നിരുന്ന് തള്ളിയിട്ടൊക്കെ പോകുമ്പം ഇത്രയും തള്ളണമെങ്കിൽ എന്തെങ്കിലും പടത്തിൽ കാണണമെന്ന് പറഞ്ഞ് പോയി കാണുമ്പം അവരെടുത്ത് വെച്ചേക്കുന്നത് കാണുമ്പോൾ ഇതിന് വേണ്ടിയിട്ടാണോടാ തള്ളി എന്നുള്ളൊരു കലിപ്പും കൂടെ വരും. അതെ, അപ്പോൾ അതാണ് പലപ്പോഴും. പിന്നെ നമ്മൾ ചിലപ്പം സെക്കൻഡ് വാച്ചിങ്ങിൽ നമുക്കറിയാം എന്താണ് പടം എന്ന് അറിഞ്ഞു കാണുമ്പം ഓക്കെ ഇത് കുഴപ്പമില്ലല്ലോ എന്ന് തോന്നുന്നു. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതാണ് പടം. അപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ, ഞാൻ വിചാരിച്ചു ഓക്കെ ഈ കഥ വെച്ചിട്ട് എടുക്കാൻ പോകുന്നൊരു വളരെ യൂഷ്വൽ ഒരു സിനിമയായിരിക്കും എന്നുള്ള ലൈനിൽ തന്നെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സിനിമ ഭയങ്കര നമുക്ക് ചിലപ്പോൾ മടുപ്പായിരിക്കും, നമ്മളെ കുറച്ച് മടുപ്പിക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷേ ഈ സിനിമ ഇങ്ങനെ കണ്ടു പോകുമ്പോൾ ബോറടിക്കാൻ ചാൻസ് ഉള്ള ഓഡിയൻസ് ഉണ്ട്. അതെ, ഓഡിയൻസ് ഉണ്ട്, കൺഫേം ആയിട്ട്. അതെ, ഈ സിനിമ എല്ലാവർക്കും പറ്റുന്ന ടൈപ്പ് ഓഫ് പടം ആയിരിക്കില്ല. കാര്യം ഇപ്പോഴത്തെ സിനിമ ആസ്വാദനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വളരെ ഒരു ക്ലാസിക് ഫിലിം മേക്കിങ്ങും ക്ലാസിക് സിനിമയുടെ ഒരു പാറ്റേൺ ഉള്ള ക്യാമറ വർക്ക് എല്ലാം ഒരു ക്ലാസിക് എന്നും വിളിക്കാം, ചിലർക്ക് പഴഞ്ചെന്നും വിളിക്കാം. അതെ തന്നെ, അതെ. ഇതിൽ ഏത് കാറ്റഗറി നിങ്ങൾ പെടുന്നതനുസരിച്ചിരിക്കും. ഇത് ക്ലാസിക് ആണെന്നും പറയാം, ക്ലാസിക്കിനെ പഴഞ്ചനാക്കാൻ സാധിക്കുന്നു. അതെ അതെ. മോഡേൺ ഇസ് പ്രോഗ്രസീവ്. അതെ. അതുപോലെ അമ്മ മരിക്കുന്ന സംഭവമില്ലേ, അതിന്റെ റിവീല് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഡയറക്ഷന്റെ പാർട്ടാണ്. അതായത് ധനുഷ് ഷോട്ടേ ഉള്ളൂ. ഒറ്റ ഷോട്ടിൽ ഈ പറഞ്ഞ ധനുഷ് ഇങ്ങനെ വാതിക്കലിരിക്കുകയാണ്, ധനുഷിൻ്റെ ബാക്ക് ഷോട്ട്. അപ്പോൾ ആ വീട്ടിലേക്ക് വീടിൻ്റെ വാതിക്കലായിരിക്കും. അപ്പം ജസ്റ്റ് നിത്യാമൻ അതിലേക്ക് കയറി വന്ന് നിത്യാമൻ ഇങ്ങനെ അമ്മയെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് കയറി പോകുന്നു. പിന്നെ നിത്യാമൻ്റെ വോയിസ് മാത്രമേ കേൾക്കുന്നത്. ആരുടെയും ഫേസ് കാണിക്കുന്നത്. ആ അമ്മ മരിക്കും എന്നുള്ളത് നമുക്ക് അതിൻ്റെ മുമ്പിലത്തെ സീനിൽ മനസ്സിലാവും. അതായത് അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് എന്നെ കടയൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞ് അമ്മ കടയിൽ വരുന്നു. കടയൊന്ന് കണ്ട് അമ്മ ഓർമ്മകളൊക്കെ അയവിറക്കി കഴിഞ്ഞിട്ട് അമ്മ തിരിച്ചു പോകുന്നു. അപ്പം അവൻ പറയുന്നു അമ്മ ഇവിടെ ഒറ്റയ്ക്ക് കഴിയേണ്ട, എൻ്റെ കൂടെ ബാങ്കോക്കിലേക്ക് വരാൻ പറയുമ്പോഴത്തേക്ക് ഇല്ല, എൻ്റെ ചിത ഇവിടെ തന്നെ എരിയുന്നു എന്തോ പറയും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫോർ ഡെത്ത് നടന്നു പോവാണ്. അത് കഴിഞ്ഞിട്ടൊരു മറ്റേ ഡയറക്ഷൻ എഡിറ്റിംഗ് ആ ഏരിയ അത്രയും ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് ധനുഷ് വെളുപ്പിനെ തിരിഞ്ഞ് ഇരിക്കുന്നു, ഒരാൾ വന്ന്, പിന്നെ ധനുഷിൻ്റെ കരച്ചിലോ അങ്ങനൊന്നുമില്ല. ഈ നിത്യാമേനന്റെ വോക്കൽ മാത്രമേ ഉള്ളൂ. അതിന്റെ ടോൺ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അമ്മ 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 എന്ന് വിളിച്ച് അതിങ്ങനെ ചേഞ്ച് ആയി അവിടെ കരച്ചിൽ വീഴുന്നിടത്താണ് നമുക്കത് അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിത് നമ്മുടെ സിനിമ കണ്ട ശീലം കൊണ്ട് ആ ഒരൊറ്റ ഷോട്ടിൽ നിത്യാമനം വന്ന് 2-3 വട്ടം വിളിക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി ഓക്കെ ഏതാ ഇത് കഴിഞ്ഞു. ചിലപ്പം ഞാൻ വിചാരിച്ചു ധനുഷ് അറിഞ്ഞിട്ടില്ല, ധനുഷ് ഉടനെ തിരിഞ്ഞ ഒരു ബഹളമൊക്കെ. പക്ഷെ അതല്ല, ധനുഷ് അറിഞ്ഞിട്ട് അത് ഒരു അങ്ങനെയാണ് നമ്മുടെ ഇതിനകത്തെ സർപ്രൈസ്. അല്ലാതെ ഗംഭീര പുതിയ സംഭവമൊന്നുമല്ല, ബട്ട് അത് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സീൻ നമ്മൾ യൂഷ്വലി ഇപ്പോൾ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചത് അമ്മ മരിച്ചു എന്നുള്ള സീനാണ് എഴുതി വെച്ചത്, നായകൻ വിഷമിച്ചു, അങ്ങനെ സീൻ എഴുതി വെക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഓരോരുത്തരുടെയും സംസാരിക്കും. അങ്ങനെ പല പല സാധനം കാണിക്കും. ഇത് ഒരൊറ്റ ഷോട്ടിൽ അത് തീർത്തു. അതിന് പകരം ഒരൊറ്റ ഷോട്ടിൽ അത് അതാണ് നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ഡയറക്ഷൻ. ഒരു ഡയറക്ടറുടെ കയ്യൊപ്പ് അല്ലെ ഡയറക്ടർ ഒരു ഡയറക്ടറുടെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊരു ഇപ്പോൾ യൂഷ്വലി തമിഴ് പടത്തിലാണെങ്കിൽ ഇതിപ്പം ചേട്ടൻ പറഞ്ഞ പോലെ സീനാണ്, വീണ്ടും ഒരു മരിപ്പ് സീൻ. അതെ മരിപ്പ് സീൻ റിപ്പീറ്റ് ആവും. മൊത്തത്തിൽ ധനുഷ് നല്ലൊരു ഇഡലി
ഉണ്ടാക്കി സെർവ് ചെയ്ത് പിന്നെ മറ്റേ ഡെയിലി രാവിലെ ഒന്ന് ഇഡലി അടിക്കാൻ വരുന്നൊരു അപ്പം ആക്ച്വലി അത് സിനിമയിലൊക്കെ നമ്മളത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അത് ചിരിച്ചായിരുന്നു. വേറെ ഒന്നുമല്ല, അത് ഈ ധനുഷൻ അച്ഛൻ പണ്ട് ഇഡലി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥിരം കടയിൽ ഡെയിലി വരുന്ന ധനുഷൻ അച്ഛൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം അവിടെ നിന്ന് ഇഡലി കഴിക്കുന്നത്. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ ഇഡലി കഴിക്കുന്ന പുള്ളി ഭയങ്കര ഫാനാണ് ഇഡലിയുടെ. അപ്പം എല്ലാ ദിവസവും വന്ന് കഴിക്കും. പുള്ളി മരിച്ചതിന് ശേഷം മകൻ ഈ ഇഡലിക്കട ഏറ്റെടുത്ത് ശിവനേശൻ എന്നാണ് ധനുഷൻ അച്ഛൻ്റെ പേര്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇഡലി കഴിക്കാൻ വേണ്ടി വളരെ ഈ കൂട്ടുകാരൻ എല്ലാ ദിവസവും വരുന്നത് രാവിലെ. അപ്പം മകൻ ഇഡലിക്കട തുടങ്ങുമ്പോഴും ഫസ്റ്റ് വന്നിരിക്കും. അപ്പോൾ ആദ്യം ഇഡലി കഴിക്കുമ്പോഴത്തേക്ക് പുള്ളി ഇഡലി നന്നായിട്ടുണ്ടെങ്കിലും ആ ശിവനേശൻ്റെ ഇഡലി അത്ര വന്നില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ ഒരു രാവുണ്ടയിൽ പുള്ളി ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈം വന്നുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും രാവിലെ ടെസ്റ്റർ ക്വാളിറ്റി ചെക്കർ പോലെ പുള്ളിയാണ് ക്വാളിറ്റി ചെക്കർ. പുള്ളി കഴിച്ചത് ശിവനേശൻ്റെ ഇഡലിയാണെന്ന് പറയുന്ന മൊമെൻറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. കാരണം നമുക്കറിയാം അത് പുള്ളി പറയണമല്ലോ, പുള്ളിയാണല്ലോ അത് പറയുന്നത്. പുള്ളിക്ക് അറിയത്തുള്ളൂ, വേറെ ആർക്കും അതിനെപ്പറ്റി അത്ര. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഇഡലിക്കട ഉണ്ടാകും, അപ്പുറം പൊറോട്ടക്കട. അപ്പോൾ ഇഡലിക്കടയിൽ ആൾ കൂടുമ്പോൾ പൊറോട്ടക്കടയിൽ ആൾ കുറയും, ഇഡലിക്കടയിൽ ആൾ കുറയുമ്പോൾ പൊറോട്ടക്കടയിൽ ആൾ കൂടും. അവിടെയൊക്കെ നമുക്ക് ഭയങ്കര യൂഷ്വൽ പരിപാടി. ഇതൊക്കെ സ്ഥിരം നമ്മൾ ഒന്നെങ്കിൽ ഇഡലി പൊറോട്ട ആളുകൾ കഴിക്കത്തുള്ളൂ. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പടത്തിൽ. അത് ഈ കഥ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കഥ ആ എലമെന്റിലൊന്നും പുതുതായിട്ടൊന്നും കിട്ടിയില്ല. ഇതൊക്കെ ഇങ്ങനെ കാണിച്ചാൽ മതി. വിഷ്വൽ റെപ്രസെന്റേഷൻ ഭയങ്കര എളുപ്പമല്ലേ. അത് ഷോട്ടിങ് വെക്കുകയാണ്. ഇവിടുന്ന് ആൾക്കാർ കുറച്ച് പേര് ഡിസപ്പിയർ ആവുന്നു, പിന്നെ അടുത്ത ഇഡലിക്കടയിൽ കുറച്ച് ആൾക്കാർ അപ്പിയർ ആവുന്നു. അങ്ങനെയാണ് വെക്കുന്നത്. ഈ എൻചാമി തന്താനെ ആ ഒരു ഇടയ്ക്ക് പെട്ടെന്ന് വരുന്ന പാട്ടാണ്. അത് നമുക്ക് ഗ്രാമത്തിൽ ഉത്സവം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ധനുഷ് വരുമ്പോഴത്തന്നെ അണ്ണ ആടി ഒരു ആട്ടം പോട് എന്ന് പറഞ്ഞാൽ ധനുഷ് ഉടനെ തന്നെ ആട്ടം പോടും. അപ്പോൾ ആ പാട്ടാണ് എൻചാമി തന്താനെ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പാട്ട് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. രസമുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ എനിക്ക് അതിന്റെ കുറേ ഒരുപാട് കൂട്ടം ആൾക്കാർ വൈറ്റ് ഷോട്ടിൽ നമ്മൾ മറ്റേ ലിയോയിലെ ഷോട്ട് അത് തന്നെ ലിയോയിലാണ് ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഒരു അത്രയും പേര് സ്ക്രീനിൽ വരുന്നത്. നമ്മുടെ നാറെഴുതാൻ പാട്ടില് ആ സീൻ ഉണ്ടല്ലോ, അതായത് വിജയ് കുറെ ആൾക്കാരുടെ ഡാൻസ് കളിക്കുന്ന ഒരേ സിംഗിൽ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പം തിയേറ്ററിൽ നിന്ന് വലിയ വിഷ്വലി കാണും. അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സീക്വൻസ്. അതായത് ഒരുപാട് പേര് ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നത്, അത് നല്ല സിംഗിൽ. അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു സീക്വൻസ് ഉണ്ട്, ഒരു ആംഗിളിൽ ഒരു ഗ്രാമം മുഴുവൻ ഒരേ സിംഗിൽ ഡാൻസ് കളിക്കുന്നത്. അപ്പം അതിനിങ്ങനെ മൾട്ടിപ്പിൾ ലെയർ ആയി. ഫ്രണ്ട് റോയിൽ കുറച്ച് പേര്, പിന്നെ ഇങ്ങനെ ഒരു കോർണർ സെറ്റപ്പ് പോലെ അതിനകത്ത് ധനുഷും ആൾക്കാരിന്ന് കളിക്കുന്നു. പിന്നെ ബാക്ക് ലെയറിൽ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ ബാക്കിൽ നിന്നിട്ട് ഈ സാധനം വെച്ചു. അപ്പോൾ ആ ഷോട്ട് ഒരു സിംഗിൾ ടേക്കാണ്. കാര്യം ധനുഷ് കുറച്ച് നേരം കട്ട് അല്ല, അത് മറ്റേ ലാസ്റ്റത്തെ ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് സിംഗിൾ ഷോട്ടാണ്. അതിൽ ഫുള്ളി കുറച്ച് നേരത്തേക്ക് ഡാൻസ് കളിക്കണം. ആ ഷോട്ട് ഞാനിങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ അറ്റത്തും നോക്കും ഇങ്ങനെ. കാരണം ആ ഷോട്ട് കുറച്ച് നേരം ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ എല്ലാ എലമെന്റും സിംഗിൾ ടേക്ക് ഒരൊറ്റ ആംഗിൾ ഇങ്ങനെ വെച്ചിരിക്കും. നമുക്കിങ്ങനെ എല്ലാവരും ഇങ്ങനെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഷോട്ടാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അങ്ങ് ബാക്കിൽ നിൽക്കുന്നവർ വരെ ഈ സംഭവം ചെയ്യുന്ന ഒരു ഷോട്ട് മാത്രം VFX എന്തോ ചെയ്തിട്ടുണ്ടോ. പിന്നെ ധനുഷ് ഇങ്ങനെ ഒറ്റയ്ക്ക് സൂര്യനെ നോക്കി എന്നിട്ട് ഇങ്ങനെ തിരിയുമ്പോൾ ഗ്രാമം മുഴുവൻ കാണിക്കുന്നത്. അതിനകത്ത് ബാക്ക് ലേയേഴ്സ് ഒക്കെ ഇങ്ങനെ VFX ആണ് തോന്നുന്നത്. അപ്പം അത് പാട്ട് രസമുണ്ടായിരുന്നു. എനിക്ക് മറ്റേ ആ പാട്ട് കേട്ടപ്പോൾ ഓർമ്മ വന്ന് മറ്റേ ചിന്നത്തമ്പി എന്ന് പറഞ്ഞ പടത്തിൽ അരച്ച സന്തനം എന്ന് പറഞ്ഞ പാട്ടുണ്ട്. നീ ഒന്നത് കേട്ട് നോക്ക്. ആ പാട്ടും ഈ പാട്ടും ഭയങ്കര സാമ്യം. റെഫറൻസ് ആയിട്ടല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു ഫാസ്റ്റർ വേർഷൻ, ഒരു ഡാൻസ് വേർഷനാണിത് എന്ന് ഫീൽ ചെയ്തായിരുന്നു കേട്ടപ്പോൾ. അപ്പോൾ ആ പാട്ട് ഈ പാട്ട് ഇങ്ങനെ മാറി മാറി പാടിയ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ പാട്ടുകളൊക്കെ രസമുണ്ടായിരുന്നു. അതെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട്, അത് ആക്ച്വലി വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ സിനിമ കണ്ടിട്ട് വേണം വരാൻ. അപ്പം നമ്മൾ കുറച്ച് സ്പോയിലൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ല, സ്പോയിൽ ചെയ്യാനൊന്നുമില്ല. ഇത് ട്രെയിലർ ട്രെയിലറാണ് നിങ്ങളുടെ സ്പോയിലർ. അതെ, ട്രെയിലർ കണ്ടവർക്ക് അത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നിങ്ങൾ കാണുന്നത് തിയേറ്ററിൽ. ആ ട്രെയിലർ ഉള്ളതല്ലോ. ഇതിൻ്റെ ഒരു 2.5 മണിക്കൂറിൻ്റെ വേർഷൻ കാണണമെങ്കിൽ പോയി കണ്ടു നോക്കുക. അങ്ങനത്തെ ഒരു സിനിമയാണ്. പക്ഷേ ഇത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന പടമല്ല. കാര്യം നിങ്ങൾ ട്രെയിലർ കണ്ട് നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾ തന്നെ പറയണം. അതെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോയി ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമയാണ്. ഇപ്പോൾ OTT-ലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും കാണാമല്ലോ, വലിയ പ്രശ്നമില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാത്തൊരു സിനിമ ആയിരിക്കും.